പ്രിയപ്പെട്ടവരെ, ഈ ക്രിസംഖികൾക്കും സയനിസ്റ്റ് ഫാൻസിനുമൊക്കെ ആവോളം ആഘോഷിക്കാനും അർമാദിക്കാനും വക നൽകുന്ന ഒരു വാർത്തയാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയെ പൂർണ്ണമായും കീഴടക്കാൻ പോകുന്നു, അവിടെ ഒപ്പം ഏറ്റെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അധിനിവേശം നടത്തി ഗസയെ സ്വന്തമാക്കാൻ പോകുന്നു നെതന്യാഹുവിന്റെ ഈ പ്ലാൻ കഴിഞ്ഞ 1-2 ദിവസം മുമ്പാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. നെതന്യാഹുവുമായി അടുത്ത വൃത്തങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തുവിട്ടത്. അപ്പൊ ഇന്ന് അതിനിർണായകമായ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാനുള്ള സെക്യൂരിറ്റി ക്യാബിനറ്റ്, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിൽ നിന്ന് നമുക്ക് ഒരു വിരുദ്ധമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. ഗസ അങ്ങനെ കോൺകർ ചെയ്യാനും അവിടെ പിടിച്ചെടുത്ത് ഗസ സ്വന്തമാക്കാനും ഉള്ള പ്ലാനുമായി നെതന്യാഹു മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് ഈ എല്ലാ സയനിസ്റ്റുകളെയും സംബന്ധിച്ചല്ല കേട്ടോ, സയനിസ്റ്റുകളെ പോലും സംബന്ധിച്ചല്ല, അവിടുത്തെ ഭരണകൂടത്തിൽ തന്നെ, ഇസ്രയേൽ സർക്കാരിൽ തന്നെ 2 ചേരിയായി മാറിയിട്ടുണ്ട് ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട്. കാരണം ഇത് വലിയ കൊടിയ ഒരു കെണിയിലേക്ക് നമ്മൾ പോയി വീഴുകയാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ഇസ്രയേലിലെ വിദേശകാര്യമന്ത്രി, അവരുടെ ഗിഡിയോൺ സാർ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവര് ഇത്രയും വലിയ അബദ്ധത്തിലേക്ക് നമ്മൾ പോകരുത് എന്ന് പറയുന്നവരാണ്. അതുപോലെ അവിടുത്തെ ഒരുപാട് മുൻ സൈനിക മേധാവിമാരുണ്ട്. സൈനിക മേധാവിമാരെന്ന് പറഞ്ഞാൽ സൈനിക IDFന്റെ മുൻ മേധാവിമാർ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അവിടുത്തെ ഈ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അടക്കമുള്ള പല വിഭാഗങ്ങളുടെ മുൻ മേധാവിമാരൊക്കെ നിരന്തരം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇത് ചോരയിൽ കുളിക്കുന്ന കളിയാണ്. ഇത് രക്തസ്നാനം കുറെ നാളുകളായി ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് അതിന്റെ അൾട്ടിമേറ്റത്തിലേക്ക് പോകുന്നു. ഇപ്പോഴും ഗസ എന്നത് ചോരയിൽ കുതിർന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അവരൊക്കെ അംഗീകരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഇസ്രായേൽ ജനത തന്നെ ലോകമെമ്പാടും അനുഭവിക്കേണ്ടി വരും എന്ന് കരുതുന്ന നല്ലൊരു വിഭാഗം പേര് നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നവരായിട്ടോ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, അവരുടെ മുന്നണിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ ഇയാൽ സമീറിന്റെ കാര്യം നമുക്കറിയാം. അവിടുത്തെ ഇപ്പോഴത്തെ സൈനിക മേധാവി, അദ്ദേഹം നിരന്തരമായി വലിയ മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലൊക്കെ അദ്ദേഹം നെതന്യാഹുവിന്റെ ഈ പ്ലാനിനെതിരെയും നെതന്യാഹുവിനെതിരെയും ആഞ്ഞടിക്കുന്നു. ഇന്ന് ഇപ്പോൾ ചേരുന്ന യോഗത്തിലും ഈ കൃത്യമായിട്ടും ഇയാൽ സമീർ IDFന്റെ ചീഫ് നെതന്യാഹുവിന് വീണ്ടും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെയാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ, ഹാരറ്റ്സ് ന്യൂസ് അടക്കം, ടൈംസ് ഓഫ് ഇസ്രയേൽ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നത്. നെതന്യാഹുവിന് ഈ യുദ്ധം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ബങ്കറിൽ കയറി വിളിച്ചിരിക്കാം. പക്ഷേ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി, ഗസയിലെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്നതും അവിടെ യുദ്ധം ചെയ്യേണ്ടതും അവിടെ ഗറില്ല ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നതും അവിടെ അല്ലെങ്കിൽ ചാവേർ ആക്രമണങ്ങൾ ഒരുപക്ഷെ ഇനി അടുത്ത ഘട്ടത്തിൽ ഹമാസ് ആലോചിച്ചാൽ അതിനെയൊക്കെ നേരിടേണ്ടി വരുന്നതും അവിടെയൊക്കെ ജീവൻ ബലി നൽകേണ്ടി വരുന്നതും അവരുടെ സൈന്യമാണല്ലോ, ഇസ്രായേൽ സൈന്യമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇയാൽ സമീർ എന്ന ഇസ്രായേലിന്റെ സൈനിക മേധാവി തുടർച്ചയായി ഇത്തരമൊരു നീക്കം നടത്തരുത് എന്ന് നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ ഉപമിക്കാൻ കഴിയുന്നത് വിയറ്റ്നാമിൽ നിന്ന് തോറ്റോടിയ യുദ്ധം നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 50 വർഷം പിന്നിടുന്നു ആ യുദ്ധത്തിൽ നിന്ന്. ആ യുദ്ധത്തിന് വിരാമം കുറിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ മാസം 31-ാം തീയതിയോ മറ്റോ ആണ് അങ്ങനെ ഒരു യുദ്ധത്തിന്റെ അന്ത്യം, 30-ാം തീയതി അങ്ങനെ ഒരു യുദ്ധത്തിന്റെ അന്ത്യം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായ യുദ്ധമായിരുന്നു. വടക്കൻ വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായ യുദ്ധത്തിൽ അവസാനം തോറ്റോടിയ അമേരിക്കയെ നമ്മൾ കണ്ടു. അപ്പൊ ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് ഗസയിൽ ഇപ്പോൾ അമേരിക്ക എങ്ങനെയാണോ വിയറ്റ്നാമിൽ കുടുങ്ങിപ്പോയത്, അതുപോലെ ഗസയിൽ ഇസ്രയേൽ കുടുങ്ങിപ്പോകാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ അത് ഈ ഒരു തീരുമാനത്തോടു കൂടി തന്നെ സംഭവിക്കും എന്നാണ് ഇസ്രയേലിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം തലയ്ക്കോളമില്ലാത്ത വിവരമുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്നു. ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഈ നെതന്യാഹുവിന്റെ ഇത്തരം മണ്ടൻ പദ്ധതികളോട് വിയോജിച്ചുകൊണ്ടാണ് യോവ് ഗാലന്റ് എന്ന് പറയുന്ന നേരത്തെ മുൻ പ്രതിരോധ മന്ത്രി, അദ്ദേഹം പുറത്താക്കപ്പെട്ടതാണ് എന്നും അദ്ദേഹം തന്നെ കളഞ്ഞിട്ട് പോയതാണ് എന്നും പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഹെർസി ഹലേവി, മുൻ സൈനിക മേധാവി, അദ്ദേഹവും ഇനിയും നമ്മൾ ഗസയിൽ തുടരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്
അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഈ നെതന്യാഹുവിന്റെ മണ്ടത്തരങ്ങളോട് പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് പോയത്. ഇപ്പൊ ഇയാൽ സമീർ വന്നിട്ട് പകരമായി എത്തിയ ഇയാൽ സമീർ ഇപ്പൊ പറയുന്നത് പല തവണ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാൻ രാജിവെക്കുകയാണ്. അപ്പൊ നെതന്യാഹു പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരട്ടുകയൊന്നും വേണ്ട, നിങ്ങൾ രാജിവെക്കുന്നെങ്കിൽ രാജിവെച്ച് പോയിക്കോളൂ എന്നുള്ള നിലയിലാണ്. അപ്പോ അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ട്രാപ്പിലേക്ക് ഇസ്രായേൽ പോയി പെടാൻ പോകുന്നു, ഇസ്രായേൽ സൈന്യം പോയി പെടാൻ പോകുന്നുവെന്ന് ഇയാൾ സമീർ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് നൽകുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിനോട്, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്. അതേസമയം ഇസ്രായേൽ സൈനിക മേധാവിയും നെതന്യാഹുവും തമ്മിലുള്ള പോര് അത് പരസ്യമായി. അത് ഇപ്പോൾ ഇന്നത്തെ യോഗത്തിലും സ്വാഭാവികമായിട്ട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി ക്യാബിനറ്റിൽ ഇയാൽ സമീർ പങ്കെടുക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയും ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഒരു യോഗത്തിൽ, എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച നടന്ന ഒരു യോഗത്തിലാണ് നെതന്യാഹുവും ഇയാൽ സമീറും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് ഒരു യോഗത്തിൽ വെച്ച്. ഇയാൽ സമീർ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു യുദ്ധമുഖത്ത് വെച്ച് എന്തിനാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്നെ ഇങ്ങനെ ആവശ്യമില്ലാതെ വിമർശിക്കുകയും എന്നെ ആക്രമിക്കുകയും ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നെതന്യാഹു പറയുന്നത്, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത്തരം യോഗങ്ങളിലാണ് പറയേണ്ടത്, അല്ലാതെ മാധ്യമങ്ങളിൽ പോയിട്ട് രാജിവെക്കും എന്നല്ല പറയേണ്ടത്. ഇനി രാജിവെക്കാൻ അങ്ങ് മുട്ടി നിൽക്കുകയാണെങ്കിൽ താങ്കൾ അങ്ങ് രാജിവെച്ചോളൂ. ഏതായാലും ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പ്ലാനുമായി മുന്നോട്ട് പോവുകയാണെന്ന് നെതന്യാഹു പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതേസമയം IDF തന്നെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ്, അവരുടെ പ്രതിരോധ സേന, അവരുടെ സൈന്യത്തിലെ വിവിധ ഇപ്പോൾ തന്നെ സേവനമനുഷ്ഠിക്കുന്ന അവരുടെ ഒരു ടോപ്പ്, നമുക്ക് അവരുടെ ഈ മുകൾ തട്ട് എന്നൊക്കെ പറയാവുന്ന ആ മുകൾ തട്ടിലെ നിരവധി പേർക്ക് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന നിലയിലാണ്. ടോപ്പ് ബ്രാസിലെ നിരവധി കമാൻഡർമാർക്ക് ഒക്കെ, അതുപോലെ ചീഫ് കമാൻഡർമാർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുണ്ട്. ഇത് കടശിക്കളിയാണ്, അന്തം വിട്ട കളിയാണെന്ന് പറയുന്നവരാണ്. അതിലൊരാൾ IDFന്റെ ദക്ഷിണ കമാൻഡിന്റെ ചീഫ് യാനി വസോറാണ്. അദ്ദേഹം പറയുന്നത് ഇത് മണ്ടത്തരമാണ്. അതുപോലെ ഇയാൽ സമീർ ഉപയോഗിക്കുന്ന വാചകം ഇതാണ്: ഓക്കുപ്പൈയിങ് ദ സ്ട്രിപ്പ് വുഡ് ഡ്രാഗ് ഇസ്രായേൽ ഇൻ ടു എ ബ്ലാക്ക് ഹോൾ. ഒരു ബ്ലാക്ക് ഹോളിലേക്ക് ഇസ്രായേലിനെ വലിച്ചിടുന്നു എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല. അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് ഇസ്രായേൽ സേനയെ കൊണ്ടുപോകുമെന്നുള്ളതാണ്. അതൊന്ന്. അദ്ദേഹം ചോദിക്കുന്നത്, അങ്ങനെ പൂർണ്ണമായും ഗസ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, ഈ ഫാൻസിനോടുള്ള ചോദ്യങ്ങളായിട്ട് കൂടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പൊ ഈ ക്രിസംഖികളെന്ന് ഞാൻ പറഞ്ഞല്ലോ, ക്രിസംഖികളും ഒരു വിഭാഗം സംഖികളും, അതുപോലെ ഇന്ത്യയിൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ നെതന്യാഹുവിന്റെ ഇത്തരം മണ്ടത്തരങ്ങൾക്ക് അത് ഏറ്റവും മഹത്തായ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന കുറച്ചു പേരെങ്കിലും എന്നെ കേൾക്കും ഞാൻ വിചാരിക്കുന്നു. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതല്ല കേട്ടോ, ഇയാൽ സമീറിന് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 20 ലക്ഷത്തിലധികം മനുഷ്യരുണ്ട് അവിടെ, അതായത് 23 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ. അതിൽ 20 ലക്ഷം എന്നൊരു കണക്കാണ്, 2 മില്യൺ എന്നൊരു കണക്കാണ് അദ്ദേഹം പറയുന്നത്. അത്രയും പേരുടെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഗസ ഒക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ, പൂർണ്ണമായും ഒക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ ഏറ്റെടുക്കേണ്ടി വരും. ഇസ്രായേലിന്റെ തലയിൽ വരും അത്രയും പേരുടെ ഉത്തരവാദിത്തം. അത് അത്തരത്തിലൊരു കീഴ്പ്പെടുത്തലിന് തന്നെ 6 മാസത്തിലധികം, 1 വർഷത്തോളം എങ്കിലും എടുക്കും ഏറ്റവും കുറഞ്ഞത്. കീഴ്പ്പെടുത്താൻ പറ്റുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെ കീഴ്പ്പെടുത്താൻ ഉള്ളൊരു യുദ്ധം തുടങ്ങിയാൽ തന്നെ അത് തീരാൻ 1 വർഷത്തിലധികം എടുക്കും. 2, ഈ ഗറില്ല യുദ്ധമുറകളൊക്കെ അങ്ങോട്ട് ഈ കടശിക്കളിയിൽ സ്വാഭാവികമായിട്ടും എൻഡ് ഗെയിമിൽ എല്ലാ ആയുധങ്ങളും ഹമാസ് എടുത്തിറക്കും. അപ്പൊ അങ്ങനെ ഹമാസ് എൻഡ് ഗെയിമിൽ എടുത്തിറക്കുന്ന ആയുധങ്ങൾ അത് ഗറില്ല വാർഫെയർ ആണെങ്കിൽ അതിൽ എത്രയധികം ഇസ്രയേലി സൈനികർക്ക് ജീവൻ വെടിയേണ്ടി വരുമെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ ബന്ദികൾ, അവിടെ ഇപ്പോഴും തുടരുന്ന 20 ബന്ദികളെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കരുതുന്നു. ആ ബന്ദികളുടെയൊക്കെ ജീവൻ അപകടത്തിലാകുന്നു. ചുരുക്കത്തിൽ വിയറ്റ്നാം മോഡൽ, വിയറ്റ്നാമിൽ നിന്ന് അമേരിക്ക ഓടിത്തള്ളിയതുപോലെ ഇസ്രായേലിന് ഗസയിൽ നിന്ന് ഓടിത്തള്ളാനുള്ള ഒരു അവസരം നെതന്യാഹു ഉണ്ടാക്കുന്നു. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നെതന്യാഹു എങ്കിൽ പിന്നെ ബന്ദികളുടെ ജീവനാണ്, സൈനികരുടെ ജീവനാണ്, എനിക്ക് വേണമെങ്കിൽ ബങ്കറിൽ കയറി ഒളിച്ചിരിക്കാമെങ്കിലും എന്റെ സൈനികർക്ക് അത് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നെതന്യാഹു അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. കാരണം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ യുദ്ധമല്ലാതെ മറ്റൊന്നും നെതന്യാഹുവിന് ചെയ്യാനില്ല. 2026 ഒക്ടോബർ മാസം വരെ അദ്ദേഹത്തിന്റെ സർക്കാരിനെ അദ്ദേഹം കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുവല്ലാതെ ഇപ്പൊ തന്നെ ഭൂരിപക്ഷമില്ല. 60 പേരേ ഉള്ളൂ. 120 അംഗ നെസറ്റിൽ അവരുടെ പ്രതിനിധി സഭയിൽ 60 പേരുടെ പിന്തുണ എന്ന് പറയുന്നത് ഭൂരിപക്ഷമല്ല, ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ്. കേവല ഭൂരിപക്ഷമില്ലാതെ അധികാരത്തിൽ തുടരുകയാണ് നെതന്യാഹു. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇത് വലിച്ചു നീട്ടി യുദ്ധം കൊണ്ടുപോയാൽ മാത്രമേ ബസാലിൽ സ്മോട്രിഷിനെ പോലെ, അതുപോലെ ഇറ്റാമിർ ബെൻഗ്വിറിനെ പോലെയൊക്കെയുള്ള അവിടുത്തെ തീവ്ര വലതുപക്ഷ
ആശാമാരെ ഒക്കെ കൂടെ പിടിച്ചു നിർത്താൻ പറ്റും. ആ രണ്ടുപേരും മന്ത്രിമാരാണല്ലോ, ഒരാൾ ധനമന്ത്രി, ഒരാള് സുരക്ഷാ മന്ത്രിയുടെ ചില കാഴ്ചകൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം അൽ അക്സ പള്ളിയിൽ പോയിട്ട് ഈ അൽ അക്സയുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും ഈ ഓപ്പറേഷൻസ് പോലും 2023 ഒക്ടോബർ 7 ഓപ്പറേഷന്റെ പേര് പോലും ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നാണ്, തൂഫാൻ അൽ അക്സ എന്നാണ്, സ്റ്റോം എന്നും പറയാറുണ്ട്, ഓപ്പറേഷൻ അൽ അക്സ. ഈ അൽ അക്സയുമായി ബന്ധപ്പെട്ട് ആണ് ഈ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന്, അതുപോലെ ലോകത്തിൽ പൊതുവായി അത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഫോറങ്ങളൊക്കെ ഇസ്രായേലിന്റെ നിലപാടിന് അതിശക്തമായി ആ നിലപാടിനെതിരാണ്. കാരണം അൽ അക്സ പിടിച്ചെടുക്കുക, അൽ അക്സയിലേക്ക് ആവശ്യമില്ലാതെ ആക്രമണങ്ങൾ നടത്തുക, അവിടെ വെറുതെ ഇടപെടുക. ലോകത്തിലെ ഇസ്ലാമിക വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ആരാധനാലയമായിട്ടാണ് അൽ അക്സ അറിയപ്പെടുന്നത്. ജെറുസലേമിലെ അൽ അക്സ, മക്കയും മദീനയും കഴിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് ലോകത്തെ മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസികൾ വിശ്വസിക്കുന്ന അവരുടെ മൂന്നാമത്തെ ആരാധനാലയത്തിൽ കയറിയുള്ള കളിയാണ് സ്മോട്രിഷ് അല്ല, ഇറ്റാമർ ബെൻഗുർ കഴിഞ്ഞ ദിവസം നടത്തിയത്. നമ്മളത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇത് ലോകത്തുള്ള ബാക്കി ജൂതപ്പള്ളികളെല്ലാം അടച്ചുപൂട്ടി പോയോ? അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് തള്ളിക്കയറുന്നത്. 1000-1200 പേരെയും കൊണ്ട്, ഗുണ്ടകളെ പോലെയുള്ള ആളുകളെയും കൊണ്ട് അവിടെ വന്ന് തള്ളിക്കയറിയിട്ട് അവിടെ ഈ അപസ്മാരം എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഈ ഹിസ്റ്റീരിയ എന്നൊക്കെ പറയാവുന്ന ഹിസ്റ്റീരിയ ബാധിച്ചൊരു മനുഷ്യനെ പോലെയാണ് ഇദ്ദേഹം ഇങ്ങനെ കുലുങ്ങി എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ എന്തോ മൊബൈൽ പ്രാർത്ഥിക്കാനിരിക്കുന്നതെന്ന് പ്രാർത്ഥന അറിയാത്തോണ്ടിരിക്കാം, മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കുലുങ്ങാണ് അദ്ദേഹം. ולא כל הארץ כבודו, לעומתם משבחים ואומרים ברוך כבוד אדוני ממקומו, דברי קודשך כתוב לאמור. כבוד אדוני ממקומו, ודברי קודשך כתוב לאמור. ימלוך אדוני לעולם אלוהיך ציון, לדור ודור, הללויה. ימלוך אדוני לעולם אלוהיך ציון, לדור ודור, הללויה. ഇതൊക്കെ ലോകം കാണുകയാണ്. ലോകത്തുള്ള ഇസ്ലാം, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആ നടപടിയെ, ആ ഗുണ്ടായിസത്തെ അതിശക്തമായി അപലപിച്ചു. അപ്പൊ അത്തരത്തിലുള്ള ഗുണ്ടായിസങ്ങൾ തുടരാനും തന്റെ സർക്കാരിനെ നിലനിർത്താനും ഒക്കെ നെതന്യാഹുവിന് ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഏതായാലും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യമെന്ന് പല വിദഗ്ധരും പറഞ്ഞു കൊടുത്തിട്ടും നെതന്യാഹു അതിൽ നിന്ന് പിന്നാക്കം പോകുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. അതേസമയം തന്നെ ഇസ്രായേൽ സൈന്യവുമായി ബന്ധപ്പെട്ട് ഹാരറ്റ്സ് പുറത്തുവിടുന്ന കുറെ കണക്കുകൾ, നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ ഈ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും ആത്മഹത്യകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. ആകെ 2023 ഒക്ടോബർ 7 മുതൽ ഇതുവരെ ഈ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ഇസ്രായേൽ സൈനികരുടെ എണ്ണം 80,000-ലധികമാണ്. നമ്മൾ ഈ പറയുമ്പോ ശരിയാണ്, ഗസയിൽ 60,000-ലധികം പേരെ കൊന്നു തള്ളി. എന്നാൽ ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് ആകെ ഇതിനകം അവർക്ക് നഷ്ടപ്പെട്ട ജീവനുകൾ എന്ന് പറഞ്ഞാൽ 500 ആ ഒരു റേഞ്ചിലാണെന്ന് പറയുമ്പോ പരിക്കേറ്റ് ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് പഴയ പോലെ തിരിച്ചു വരാൻ കഴിയാത്തവണ്ണം മരിച്ച് ജീവിക്കുന്ന എത്രയോ ആയിരങ്ങളുണ്ട് ഇസ്രായേൽ സൈനികരായിട്ട്. അപ്പൊ അവിടെ 80,000-ലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ള കണക്കാണ് ഏറ്റവും പ്രധാനമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ മാധ്യമങ്ങൾ. 25,000 പേർ ഈ യുദ്ധം കൊണ്ട് മാത്രം, സൈനികരുടെ കാര്യം പറയണേ, സൈനികർ മാനസിക രോഗികളായി എന്നുള്ളതാണ്. അവരുടെ വാർഷിക ബജറ്റിന്റെ, ഒരു വർഷം ഇസ്രായേലിന്റെ വാർഷിക ബജറ്റിന്റെ പകുതിയും ചിലവഴിക്കുന്നത് ഇങ്ങനെയുള്ള അത് ഗസയിലേക്ക് നടത്തിയ യുദ്ധത്തിൽ പങ്കെടുത്ത് ഈ മാനസിക നില തെറ്റിപ്പോയ സൈനികരെ ചികിത്സിക്കാനും പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കാനുമാണ് ഒരു രാജ്യത്തിന്റെ വാർഷിക ബജറ്റിന്റെ പകുതി. അതായത് കണക്കെന്ന് പറഞ്ഞാൽ 4.2 ബില്യൺ ഷെക്കലാണ്, 420 കോടി ഷെക്കലാണ് ഒരു വർഷം ഇവരെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം ഇസ്രായേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യയുടെ കണക്കാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ 2025 മാത്രം 17 ആത്മഹത്യകളാണ്. ജൂലൈ മാസത്തിൽ, കഴിഞ്ഞ മാസത്തിൽ മാത്രം 7 ആത്മഹത്യകളാണ്. ഇസ്രായേൽ സൈനികരുടെ ആത്മഹത്യകളുടെ കാര്യമാണ് ഈ പറയുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു സാംക്രമിക രോഗം എന്ന നിലയിലാണ് അവിടുത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഒരു പകർച്ചവ്യാധി പോലെ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ് ഇസ്രായേൽ സേനയ്ക്കിടയിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചൊരു റിപ്പോർട്ട്, ഒരു ആഭ്യന്തര സൈനിക വിഭാഗത്തിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം, അതിലെ കണ്ടെത്തലുകൾ പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നിന്നുള്ള മാനസികാഘാതമാണ് ഇസ്രായേൽ സൈനികരിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യക്ക് കാരണമായത് എന്ന് ആ റിപ്പോർട്ട് പറയുന്നുണ്ട്.
യുദ്ധമേഖലകളിൽ ദീർഘനേരം വിന്യസിക്കപ്പെട്ടു. ഒരു കാരണം. വേദനാജനകമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. രണ്ടാമത്തെ കാരണം. സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു. അത് മൂന്നാമത്തെ കാരണം. ഇതെല്ലാം ചേർന്നിട്ടാണ് ഇവർ ഈ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്നാണ്. മിക്ക ആത്മഹത്യകളും യുദ്ധം സൃഷ്ടിച്ച സങ്കീർണമായ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഉണ്ടായത്. യുദ്ധത്തിന് അനന്തര ഫലങ്ങളുണ്ട്. ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കൈയടിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആക്രമണം ഏറ്റുവാങ്ങുന്നവർക്ക് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. ആക്രമിക്കുന്ന ഈ സൈനികരും അവരുടെ കുടുംബങ്ങളും അവരുടെ ജീവിതവും അവരുടെ മനുഷ്യായുസ് മുഴുവൻ അങ്ങനെ ഹോമിക്കപ്പെടുകയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്ററിനോട് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഈ ഗസ കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ തന്നെ രണ്ട് അഭിപ്രായമാണ്, രണ്ട് തട്ടാണ്. അതിൽ തന്നെ നേരത്തെ പറഞ്ഞവരൊക്കെ ഈ ബെൻഗുറും സ്മോട്രിഷുമാണ് പ്രധാനമായിട്ട് നെതന്യാഹുവിനെ ഇങ്ങനെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അതേസമയം വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാറ്, മൊസാദ് തലവൻ, അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഡേവിഡ് ബേണിയ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഗനെഗ്ബി, അതുപോലെ IDF-ന്റെ ചീഫ്, അവരുടെ സൈനിക മേധാവി ഇയാൽ സമീർ, അവരൊക്കെ പറയുന്നത് തല കൊണ്ട് വെച്ചു കൊടുക്കരുത്, തല കൊണ്ട് വെച്ചിട്ട് പിന്നെ ഊരാൻ പറ്റാതായി പോകും എന്നാണ്. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, അതായത് എത്രയും പെട്ടെന്ന് വെടിനിർത്തി തലയൂരണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേലിൽ നിന്നുള്ള വിദഗ്ധരായ കുറെ മനുഷ്യർ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. 550 പേരുടെ കത്താണ്. അതിൽ മുൻ രഹസ്യാന്വേഷണ വിഭാഗം തലവന്മാരടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അതിൽ തന്നെ ഷിൻബെറ്റിന്റെ മുൻ തലവൻ അമി അയലോൺ ഉണ്ട് അതിൽ. അതുപോലെ തന്നെ 5 മുൻ ഷിൻബെറ്റ് മേധാവിമാരുണ്ട്. മൊസാദിന്റെ മുൻ തലവന്മാരുണ്ട്. അതിലൊരാള് താമിർ പർദോയാണ്, ഒരാള് എഫ്രായിം ഹലേവിയാണ്, ഒരാൾ ഡാനി യാത്തോമാണ്. അപ്പൊ ഇവരൊക്കെ അടങ്ങുന്ന ഗസയിലെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്നവരൊക്കെ ഈ നെതന്യാഹുവിനെ കൊണ്ടൊരു കാര്യമല്ല, നെതന്യാഹു അധികാരം നിലനിർത്താൻ വേണ്ടി യുദ്ധം തുടരുമെന്നതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കഴിഞ്ഞ ദിവസമാണ് ആ കത്ത് എഴുതിയത്. എന്തായാലും എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ട്രംപ്, എനിക്ക് തോന്നുന്നു ഇസ്രായേൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ എന്നുള്ള നിലപാടാണ് ട്രംപ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് അറിയാം. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഏറ്റവും പ്രധാനമായി. നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറയേണ്ടി വരുന്നുണ്ട് എങ്കിൽ പോലും ഈ വീഡിയോ ലെങ്തി ആയി പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്നിപ്പോ 22 പേർ മരിച്ചതായിട്ടുള്ള വാർത്തയാണ്. ഗസയിൽ നിന്ന് ആകെ മരണസംഖ്യ 61,000 കടക്കുന്നു. അതേസമയം അവിടുത്തെ നമ്മളെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ മനുഷ്യരുടെ നാശം മാത്രമല്ല, പ്രകൃതിക്കുണ്ടാകുന്ന വലിയ നാശം, അതുപോലെ മൃഗങ്ങൾ, അവിടുത്തെ ഈ ഗസയിലെ ഈ അവരുടെ ഈ മൃഗസമ്പത്ത് അതിന്റെ 97% ഇല്ലാതായി എന്നുള്ള കണക്കുകളാണ്. ആടുകളും പശുക്കളും ചെമ്മരിയാടുകളും കഴുതകളും കോഴികളും ഒക്കെ ആയിട്ട് അവരുടെ ആ സമ്പത്ത്, അങ്ങനെയുള്ള സമ്പത്ത് പൂർണ്ണമായും ഇല്ലാതെയായി എന്നുള്ളതാണ്. അതേസമയം ഹമാസ് ആരോപിക്കുന്ന ഒരു കാര്യം, ഈ ബന്ദികളെ കൊല്ലാനാണ് നെതന്യാഹുവിന്റെ പ്ലാൻ എന്നാണ്. എങ്ങനെയും ഞങ്ങൾ ബന്ദികളെ കൊല്ലണം, ഒന്നുകിൽ ആൾ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ശ്രമം നെതന്യാഹു നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും നിലയ്ക്ക് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഹമാസ് എങ്ങനെയും ബന്ദികളെ കൊല്ലണം. ഇതാണ് നെതന്യാഹുവിന്റെ ആഗ്രഹമെന്ന് ഹമാസ് ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അവരൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ജെറുസലേം ആസ്ഥാനമായുള്ള സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം നിലവിൽ വന്നാലല്ലാതെ ഞങ്ങൾ ആ യുദ്ധം താഴെവെക്കില്ല. അത് കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞതാണ്, ഇന്ന് അവർ ആവർത്തിച്ചു പറയുന്നു. അതേസമയം മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചാൽ, പാരീസില് ഇസ്രയേലിന്റെ, ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ ഇസ്രയേലിന്റെ ഒരു ഫ്ലൈറ്റ് സർവീസ്, ഇസ്രയേലിന്റെ എയർലൈൻസായ EIAI അവരുടെ ഈ പാരീസിലെ ഓഫീസിന് നേർക്ക് ഒരു ആക്രമണം, ഇസ്രയേൽ വിരുദ്ധ ആക്രമണങ്ങൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്നത് നമുക്കറിയാം. ഒരു ഇസ്രായേലിയുടെ ഏതൻസിലൊരു ഇസ്രായേലിയുടെ ചെവി കടിച്ചു പറിച്ച സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു കപ്പൽ അതുപോലെ ഗ്രീസിലെ ഒരു പോർട്ടില് അവർക്ക് അവിടെ നങ്കൂരമിടാൻ സമ്മതിക്കാതെ ഒരു വലിയ ക്രൗഡ് ആ കപ്പൽ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ കപ്പലിനെ അവിടെ നിന്ന് ഓടിച്ചു. അത്തരം പല വിഷയങ്ങൾ, അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടി പല രാജ്യങ്ങളിൽ പോകുന്ന ഇസ്രായേലികൾക്ക് അങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്കാണ് EIAI എന്ന് പറഞ്ഞവരുടെ എയർലൈൻസിന്റെ ഓഫീസ്, ഇത് കുട്ടക്കൊലയുടെ എയർലൈൻസ് ആണ്, ജിനോസൈഡ് എയർലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഓഫീസിന്റെ മോന്തായം മൊത്തത്തില് ചുമന്ന പെയിന്റൊക്കെ അടിച്ചിട്ട് അവിടെ വലിയ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ എഴുതി വെച്ചു. ഫ്രീ പലസ്തീൻ മുദ്രാവാക്യവും അതുപോലെ ഈ EIAI എന്ന് പറയുന്നത് ജിനോസൈഡ് എയർലൈൻസ് ആണെന്നൊക്കെ എഴുതി വെച്ച ഒരു സംഭവം പാരീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു മാനുഷിക പ്രതിസന്ധിയിലേക്ക് ഗസയിലെ കാര്യങ്ങൾ പോകുമ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി
OICയുടെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷന്റെ ഒരു അടിയന്തര യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനും അതുപോലെ തുർക്കി വിദേശകാര്യമന്ത്രിക്കും ഒരു കത്ത് എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. IOC അടിയന്തരമായി OIC ആണ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ അടിയന്തരമായി ചേർന്നുകൊണ്ട് നമ്മളോട് ചരിത്രം കണക്ക് ചോദിക്കും എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നു. ഇങ്ങനെ ഇത്രയും വലിയ മാനുഷിക ദുരന്തത്തിന് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു മനുഷ്യത്വവുമില്ലാത്ത കൂട്ടക്കൊലയ്ക്ക്, വംശഹത്യക്ക് നമ്മൾ സാക്ഷികളായി ഇങ്ങനെ നിന്നാൽ, ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിന്നാൽ ചരിത്രം നമ്മളോട് കണക്ക് ചോദിക്കും, കാലം നമ്മളോട് കണക്ക് ചോദിക്കുമെന്ന് കൃത്യമായിട്ടും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഈ മേഖലയിലുള്ള രാജ്യങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടുത്തെ ഇസ്ലാമിക് ഓർഗനൈസേഷനെ ഓർമ്മിപ്പിക്കുന്നു. അടിയന്തരമായി ഗസയിൽ ഒരു ഇടപെടൽ നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാൻ മുന്നോട്ട് വരുന്നു. മറ്റ് നിരവധി വാർത്തകളുണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നുകൊണ്ട് പങ്കുവയ്ക്കാം. സ്നേഹം.